ഹായ്, ഇന്ന് നമുക്ക് ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കാം. ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കാൻ ഞാൻ എടുത്തത് 150 ഗ്രാം ചെറുപയർ പരിപ്പാണ്. ആദ്യം തന്നെ ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തെടുക്കും. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട, കുറച്ച് നേരം ചൂടാക്കിയ ശേഷം ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി ഇറക്കി വെക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ 3-ാം പാൽ ഒഴിക്കാം. ആദ്യത്തെ 2 പ്രാവശ്യം പിഴിഞ്ഞെടുത്ത പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 3-ാമത്തെ പാലാണ്. ഇതിൽ നന്നായി വേവട്ടെ. വെള്ളം ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ 2ാമത് പിഴിഞ്ഞെടുത്ത പാല് ഒഴിക്കാം. പരിപ്പ് നന്നായി വെന്ത് പാകമായിട്ടുണ്ട്. അതായത് പരിപ്പ് ഏകദേശം ഒരു ചെറിയ കടിയുള്ള പാകത്തിന് മാത്രമേ വേവാൻ പാടുള്ളൂ. ഒരുപാട് വെന്ത് പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ശർക്കര ഇടാം. ആവശ്യത്തിന് ശർക്കര ചേർക്കാം. 1-ാം പാലും ചേർക്കാം. ശർക്കര മധുരം കുറവാണെങ്കിൽ നമുക്ക് അല്പം കൂടി ശർക്കര ചേർക്കാം. നമുക്ക് നോക്കാം. മധുരമെല്ലാം പാകമായിട്ടുണ്ട്. വെള്ള ശർക്കര ഉപയോഗിച്ചതിനാലാണ് ഇതിന് നല്ല വെള്ള കളറുള്ളത്. നല്ല ബ്രൗൺ കളറിലുള്ള ശർക്കര ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കളറിൽ നല്ല ഭംഗിയായിട്ട് കാണാം. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചത് ഇടാം. ഒരു 10-12 ഏലക്ക പൊടിച്ചിട്ടുണ്ട്. അതാണ് ചേർത്തത്. ഇനി നമുക്ക് വാങ്ങി വെക്കാം. അങ്ങനെ നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.